നമ്മളൊരു പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഇപ്പം തന്നെ മോഹം കൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തൊരു പാട്ടാന്ന് പറഞ്ഞു. ഒരു പാട്ടിൻ്റെ പിന്നിൽ തന്നെ നമ്മൾ 5-3 മിനിറ്റിലൊക്കെ കേൾക്കുന്ന പാട്ടാണെങ്കിലും ഒരുപാട് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ പിന്നിൽ ഒരുപാട് സമയങ്ങൾ, ചിലപ്പോൾ ദിവസങ്ങൾ മാസങ്ങളൊക്കെ എടുക്കും. ചിലപ്പോൾ അതിൻ്റെ വരികളായിട്ടൊന്ന് ഇണങ്ങി വരാൻ, ചിലപ്പോൾ അതിൻ്റെ ആ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫീലിലോട്ട് വരാൻ, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എന്താ പറയുക, എല്ലാ രീതിയിലും നമുക്ക് ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് കിട്ടില്ല. അപ്പം മാഷിനെ സംബന്ധിച്ചിടത്തോളം മാഷിനങ്ങനെ ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും പാട്ടുണ്ടായിട്ടുണ്ടോ? വളരെ അപൂർവമാണ്. ചില പാട്ടുകൾ ലിറിക്കൽ വൈസ് അങ്ങനെ ചില പ്രോബ്ലങ്ങളായിട്ട് 1-2 ദിവസമൊക്കെ നീട്ടി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാലേ ട്യൂൺ കണ്ടുപിടിക്കാനൊക്കെ ആൾക്ക് നാച്ചുറലായിട്ടുള്ള കമ്പോസറാണ്, പെട്ടെന്ന് വരും. ഈ എനിക്ക് തോന്നുന്നു മറ്റേ ആ ഒരു 16,000 ഒരു കണക്കിൻ്റെ ഒരു പാട്ടിലുണ്ട്. അത് ഞാൻ കണ്ടക്ട് ചെയ്ത പാട്ടാണ്. അത് ഈ ഫോട്ടോഗ്രാഫർ അതാണ് ഒരു ഗ്യാപ്പിന് ശേഷം ചേട്ടൻ ചെയ്തത്. ട്രിവാൻഡ്രത്ത് വിസ്മയ മാക്സിലായിരുന്നു എൻ്റെ റീറെക്കോർഡിങ്. അതിൽ ഈ പാട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഹാർമോണിയത്തിൻ്റെ മേലെ അങ്ങനെ കൈതപ്പുറം എഴുതിയ വരികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 16,008 എന്നാണ് എഴുതിയത്. 16,000 കാമുകിമാരുടെ അനുരാഗ കുശുമ്പ് കൊണ്ടെന്നു, അങ്ങനെയാണ് പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അത് ശരിക്കും എഴുതിയേക്കുന്നത് 16,008. എങ്ങനെ പാടി നോക്കിട്ട് 16,008 എന്ന് പറയുമ്പോൾ ഒരു മുട്ടുന്നില്ല, 8 വേണ്ട, തമാശയായിട്ട് എടുക്കണം കേട്ടോ. അത് 16,008 വല്ലവരും പറഞ്ഞ് തർക്കിച്ചു വന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആക്ച്വലി മാഷിൻ്റെ പാട്ടിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ഇപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ് ഇവിടെ എല്ലാം പാടിയത്. എങ്കിലും ആ ഒരു നാൾ ശുഭരാത്രി എന്ന് പറയുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. വിജയ് യേശുദാസും ശ്വേത, പുതിയ തലമുറയിലെ ഗായകർ പാടിയ പാട്ട്. അതും ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്താണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് SS ഡിജിറ്റലിലായിരുന്നു എൻ്റെ റെക്കോർഡിങ്. പക്ഷേ ഇതിൽ ആരെങ്കിലൊക്കെ വാച്ചുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹേമൻ എന്ന് പറഞ്ഞൊരു കീബോർഡ്, ഹേമൻ ഉണ്ടായിരുന്നോ അതോ ജയപ്രകാശ്, JP, ലാലപ്പൻ, അവരൊക്കെയാണ് അതിലുണ്ടായിരുന്നത് ആ സമയത്ത്. ആ സമയത്തൊക്കെ ഞങ്ങളിവിടെ ചേട്ടൻ്റെ കൂടെ ഞാൻ കുറേ നാൾ ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ടുണ്ട്. ഇവിടുത്തെ തൈക്കാട്, പഴുതക്കാട്, കോട്ടൺഹിൽ സ്കൂളിൻ്റെ മുന്നിലുള്ള സ്ഥലങ്ങൾ, അങ്ങനെ പല ഹോട്ടലിൽ, ഗീത് ഹോട്ടലിൽ ഒക്കെ. ഒരു നാൾ ശുഭരാത്രി നേർന്നു പോയി നീ, ഇതിലെ ഒരു പൂക്കിനാവായി വന്നു നീ, ശ്രുതി നേർത്തുമായും സുഖരാഗീതി പോലെ പറയൂ നീങ്ങു പോയി. ഒരു നാൾ ശുഭരാത്രി പുലർന്നു പോയി നീ, ഇതിലെ ഒരു പൂക്കിനാവായി വന്ന നീ.
ശുഭരാത്രി നേർന്നു പോയി നീ. ഇതിലേ ഒരു